ഒരുപാട് സന്തോഷം. ഈശ്വരാനുഗ്രഹമായി വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഇതങ്ങനെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ലീഡർ ശ്രീ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ രണ്ടുപേരെയും യാത്ര അയക്കാൻ അന്നെത്താൻ സാധിച്ചിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ വ്യക്തമായൊരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. പക്ഷേ എൻ്റെ തലമുറയിൽ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും. ആ നിലയിലൊരു സഹവർത്തിത്വം, ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, അതിനുള്ള മര്യാദയാണ് ഇന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശ്ശൂർക്കാർക്കുള്ള, അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതിന് ചോദ്യങ്ങളൊന്നുമില്ല. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ കയ്യിലില്ല. ദയവേത് ക്ഷമിക്കണം. നയനാർ സഖാവിൻ്റെ ഞാനിപ്പോഴും ഉറച്ച ഭാരതീയനായും ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റാണ്. അതുടയാൻ പാടില്ല. പക്ഷേ എന്ന് വെച്ച് എൻ്റെ വ്യക്തിയുടെ നിർവഹണം അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്, അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല. എൻ്റെ അഭ്യർത്ഥനയാണ്. അപ്പോൾ ശാരദ ടീച്ചർ എൻ്റെ അമ്മയാണെങ്കിൽ അതിനു മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ. അപ്പോൾ ആ സ്നേഹം ഞാൻ നിർവഹിച്ചു കൊള്ളട്ടെ. നിങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിക്കോളൂ. വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുത്ത് അത് കച്ചവടമാക്കിയെടുക്കണമെങ്കിൽ അതും ചെയ്തുകൊള്ളൂ. പക്ഷേ എന്നെ അതിൻ്റെ മെറ്റീരിയൽ ആക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന 2019 ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് പത്മജ ചേച്ചിയോട് അപേക്ഷിച്ചതാണ്. പക്ഷേ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം, ഉത്തരവാദിത്വം ആ നായമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് അത് പാടില്ല. സുരേഷ്, അത് തെറ്റല്ലേ? എൻ്റെ പാർട്ടിക്കാരോട് ഞാൻ എന്ത് പറയും? എനിക്കങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ മാനിച്ചു, ഇത്രയും കാലം മാനിച്ചു. പക്ഷേ ഇന്ന് രാജ്യം സമ്മാനിച്ച ഒരു പദവിയിലിരുന്നു കൊണ്ട് എനിക്ക് മുന്നേ എത്രയോ കാലം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അതിനേക്കാൾ ഉന്നതമായ പദവിയിലിരുന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരിൽ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും മുന്തിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എൻ്റെ രാഷ്ട്രീയ പാതയിലല്ലായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല. അത് ദൈവനിന്ദയാവും എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. അത് പക്ഷേ പത്മജ ചേച്ചിക്കോ മുരളിച്ചേട്ടനോ ഒന്നും അത് തടയാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്കത് ഈശ്വരൻ അരുളി ചെയ്ത് തന്ന അനുഗ്രഹമായി കരുതി നിർവഹിച്ചിരിക്കുന്നു. ആ വികാരത്തെ മലിനപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എൻ്റെ കുടുംബത്തിൻ്റെ വികാരത്തെയാണ്
മലിനപ്പെടുത്തുന്നത്. എനിക്ക് ഇതിനുള്ള അനുവാദം സർവാത്മന തന്നിട്ടുള്ള എൻ്റെ പാർട്ടി അണികളുടെ വികാരത്തെയാണ് നിങ്ങൾ അവഹേളിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിന് മുതിരരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. കാരണം ഈ ആത്മാക്കളുടെ പ്രാർത്ഥനയും എൻ്റെ പ്രവർത്തന ബലത്തിന് ആവശ്യമാണ്. ആ പ്രാർത്ഥനയാണ് ഞാൻ അവിടെ അർപ്പിച്ചത്.